ശ്രീലങ്ക there, India here. രാവിലെ തന്നെ നമ്മൾ മധുരയിൽ നിന്ന് ധനുഷ്കോടിയിലേക്കുള്ള ട്രാവൽ സ്റ്റാർട്ടാക്കി. എല്ലാവർക്കും നല്ല വിശന്ന് പണ്ടാരടങ്ങുന്നുണ്ടായി. അപ്പോൾ നമ്മൾ നേരെ മധുരയിൽ തന്നെ മുരുകൻ ഇഡ്ഡലി ഷോപ്പ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടേക്ക് വിട്ടു. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം നല്ലതാണ്, നമ്മൾ റിവ്യൂലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ആദ്യം ധനുഷ്കോടിയിലേക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ ട്രിവാൻഡ്രത്തേക്ക് പോകാനാണ്. മുരുകൻ ഇഡ്ഡലി ഷോപ്പിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് പൊങ്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ നല്ല ഗീ റോസ്റ്റ് പറഞ്ഞു, അതേപോലെ തന്നെ ഇവിടുത്തെ വീറ്റ് ഹൽവ ഉണ്ട് അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ടേസ്റ്റ് ആയിരുന്നു. ഇങ്ങനെ നല്ല ഒന്നര ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മുടെ ട്രാവൽ കണ്ടിന്യൂ ചെയ്തു. വെച്ചിട്ടൊന്ന് റിഫ്രഷ് ആവാനായിട്ട് നമ്മൾ കരിക്ക് കുടിക്കാനായിട്ട് നിർത്തി. ഇങ്ങനെ കരിക്കും കുടിച്ച് അത്യാവശ്യം എനർജിയൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ഏകദേശം 3 hours ഉള്ളൂ ഫ്രം മധുരൈ ടു ധനുഷ്കോടി എന്ന് പറയുന്നത്. കാണുന്നതാണ് പാമ്പൻ ബ്രിഡ്ജ്. ഇന്ത്യയുടെ ആദ്യത്തെ സീ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ഒരു പാലമാണിത്. ഇടയ്ക്ക് വെച്ച് സൈഡാക്കി ഫുള്ള് കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ആക്കി. അങ്ങനെ നമ്മുടെ ധനുഷ്കോടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റോപ്പ് ആക്കിയിട്ട് ബീച്ചിൻ്റെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിപ്പറ്റി കറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ നിങ്ങൾ ഈ മാപ്പിൽ കാണുന്നത് പോലെ നമ്മൾ ഇന്ത്യസ് ലാസ്റ്റ് ലാൻഡ് എന്നറിയപ്പെടുന്ന ധനുഷ്കോടി എത്തിയിരിക്കുകയാണ്. ഗോസ്റ്റ് ടൗൺ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ പഴയ ടൗണിന്റെ അവശിഷ്ടങ്ങൾ 2 സൈഡിലൊക്കെ കാണാൻ പറ്റുമായിരുന്നു. നമ്മൾ ഏറ്റവും എൻഡിൽ എത്തിയിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഒടുക്കത്തെ തിരക്ക്, നല്ല നട്ടുച്ച ടൈമായിട്ടും ഫുൾ തിരക്കായിരുന്നു. ഇനിയൊന്നും നമുക്ക് ഏറ്റവും എൻഡിലേക്ക് പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ സൈഡാക്കി അങ്ങോട്ടേക്ക് നടന്നു. ബീച്ച് കാണാൻ ഭയങ്കര ഭംഗിയാണ്. നമുക്ക് ശ്രീലങ്കയൊന്നും കാണാനൊന്നും പറ്റിയില്ല. കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും ട്രാവൽ കണ്ടിന്യൂ ചെയ്തു. നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. രാമേശ്വരത്ത് തന്നെയുള്ള അഹാൻ റെസ്റ്റോറൻറ്റിലാണ് പോയത്. അവിടെ ബുഫേ ആയിരുന്നു. നമുക്ക് അത്ര ഇഷ്ടമായില്ല. നമുക്ക് ഗീ റൈസ്, ചപ്പാത്തി അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ആയിരുന്നു. എക്സ്പെൻസീവാണ് നമ്മൾ പിന്നീട് മനസ്സിലാക്കി. അത്രയ്ക്കും പൈസയ്ക്കുള്ള ഒരു ടേസ്റ്റ് ഒന്നും ആ ഫുഡിനൊന്നും ഉണ്ടായില്ല. ഇവിടെ ബുഫേയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒട്ടുമിക്ക ഐറ്റംസ് നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ട്. ഒരു ട്രിപ്പിൽ നമ്മൾ കഴിച്ചത് വെച്ചിട്ട് നമുക്ക് തീരെ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് ഈ ഒരു ലഞ്ചായിരിക്കും. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇനി നേരെ പോകുന്നത് ട്രിവാൻഡ്രത്തേക്കാണ്. ആ പോകുന്ന റൂട്ട് ഭയങ്കര ഭംഗിയാണ്. നല്ല കാർമേഘമൊക്കെ ആയിട്ട് ഭയങ്കര സിനിമാറ്റിക് വ്യൂ പോലെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് നല്ല കീടില മഴയുണ്ടായി. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഡിന്നർ കഴിക്കാനായിട്ട് മിസ്റ്റർ റെഡ് ഷെഫ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലൊരു ഫുഡായിരുന്നു, ചൈനീസ് ഫുഡായിരുന്നു മെയിനായിട്ട് നമ്മൾ കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ട്രിവാൻഡ്രം എത്തിയത് വളരെ ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു എയർബിഎൻബി ബുക്ക് ചെയ്തിട്ടുണ്ടായിട്ടോ. അങ്ങനെ വന്ന് കിടന്നുറങ്ങി നമ്മുടെ ട്രിവാൻഡ്രം എക്സ്പ്ലോറേഷൻ ഡേ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത എയർബിഎൻബി. ഈ വീടൊന്ന് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു. മണക്കാടായിരുന്നു സ്റ്റേ ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസാണ്. വലിയൊരു കാർ പാർക്കിംഗ് ഒക്കെ ആയിട്ട് ഹാളും 3 ബെഡ്റൂംസും അതേപോലെ വലിയൊരു കിച്ചണൊക്കെ ആയിട്ട് നല്ല കിഡിലെ സ്റ്റേ ആയിരുന്നു. നമ്മൾ ഇന്ന് രാത്രിയും ട്രിവാൻഡ്രത്ത് സ്റ്റേ ആയിരിക്കും. നെക്സ്റ്റ് ഡേ രാവിലെ ആയിരിക്കും കോഴിക്കോടേക്ക് പോകുന്നത്. നമ്മുടെ പ്ലാൻ വെച്ചിട്ട് രാവിലെ പത്മനാഭസ്വാമി ടെമ്പിളിൽ പോയിട്ട് കുതിരമാളികയൊക്കെ വിസിറ്റ് ചെയ്തിട്ട് എൻ്റെ വീട്ടിലൊന്ന് കയറി എന്നിട്ട് നമ്മൾ തിരിച്ച് സൂ ഒക്കെ പോയി റൂമിൽ വന്നിട്ട് ചില്ലാക്കാനാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും എണീറ്റു റെഡിയായി. നമ്മൾ നേരെ പത്മനാഭസ്വാമി ടെമ്പിളിൽ പോയി. അവിടെ അധികം നമ്മൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അതിനുശേഷം നമ്മൾ കുതിരമാളിക വിസിറ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളിലും വീഡിയോസ് അലൗഡ് അല്ല, എക്സ്ട്രാ പേയ്മെൻ്റ് ഒക്കെ ചെയ്യണം. പെർ പേഴ്സൺ 50 rupees ആണ് എൻട്രി ഫീ എന്ന് പറയുന്നത്. ക്യാമറ നമുക്ക് അലൗഡ് ആണ്, ക്യാമറയ്ക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണമെന്നേ ഉള്ളൂ. ഏകദേശം ഒരു 1 മണിക്കൂർ കുതിരമാളിക ഫുള്ള് ചുറ്റി കറങ്ങിയിട്ട് ശേഷം എൻ്റെ വീട്ടിലേക്ക് പോയി. എൻ്റെ വീട്ടിലാണെങ്കിൽ മമ്മി നല്ല കീട്ടിലും ഫുഡ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മമ്മിയുടെ സ്പെഷ്യൽ കപ്പ ബിരിയാണി, പിന്നെ ചോറ്, ബീഫ്, കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ആക്കിയിട്ട് നമ്മൾ സൂ ഒക്കെ കണ്ടിട്ടാണ് റൂമിലേക്ക് പോയത്. ഇനി നാളെ തിരിച്ച് കോഴിക്കോടേക്ക്. അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ എത്തിയിരിക്കുകയാണ്. ഇനി തിരിച്ച് ഫ്രം ട്രിവാൻഡ്രം ബാക്ക് ടു കോഴിക്കോട്. അങ്ങനെ എല്ലാവരുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ട്രിവാൻഡ്രത്തോട് ബൈ പറഞ്ഞിട്ട് നമ്മൾ കോഴിക്കോടേക്കുള്ള യാത്ര സ്റ്റാർട്ടാക്കാണ്. പോകുന്ന വഴിക്ക് നമ്മൾ ഇമ്പീരിയൽ കിച്ചണിൽ കയറിയിട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ട്രിവാൻഡ്രത്ത് നല്ലൊരു ഫുഡ് സ്പോട്ട് തപ്പി കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഫൈനലി ഇമ്പീരിയൽ കിച്ചണിലേക്ക് എത്തി. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ ഫോട്ടോസൊക്കെ കാണാം. ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റിയിട്ട് അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ ഫുഡും. നമ്മൾ നല്ല ദോശയും സ്റ്റൂവും പിന്നെ ഇഡ്ഡലി, ഇടിയപ്പം ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് കിടിലനായിരുന്നു. പൂരീൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയണം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൂരി, ബാജിക്കറിയൊക്കെ. ഏറ്റവും അവസാനം നമ്മളൊരു ഡെസേർട്ടായിട്ട് ബ്രൗണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഓക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നമ്മുടെ റിട്ടേൺ ജേർണി കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് ജഡായു പാറ കാണുന്നത്. ഇത്ര ദൂരം വന്നിട്ട് നമ്മൾ ഇവിടെ കയറാണ്ട് എങ്ങനെ പോവാം? അങ്ങനെ നമ്മൾ നേരെ ജഡായു സെൻറ്ററിലേക്ക് വിട്ടു. ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് പെർ പേഴ്സൺ 555 rupees ആണ്, ഇൻക്ലൂഡിങ് കേബിൾ കാർ. ഓരോ ഡിഫറെൻറ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ കേബിൾ കാർ അല്ല, നടന്ന് കയറണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് പറ്റും. നടന്ന് കയറണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് സമയമില്ല. രാത്രി ആകുമ്പോഴത്തേക്ക് കോഴിക്കോട് എത്തണം. ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ വളരെ ലേറ്റ് ആയി പോകും. നെക്സ്റ്റ് ഡേ വർക്കിംഗും ആണല്ലോ. നമ്മൾ വിചാരിച്ചത്ര തിരക്കൊന്നും ഉണ്ടായില്ല.
വീക്ക് ഡേ ആയതുകൊണ്ടായിരിക്കണം. ഈ കൂട്ടത്തിൽ എൻ്റെ ആദ്യത്തെ കേബിൾ കാർ റൈഡാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കേബിൾ കാർ കയറുന്നതിന് മുന്നേ ആയിട്ട് ഇവർ നമ്മുടെ ഫോട്ടോ എടുക്കും. ആ ഫോട്ടോസ് നമുക്ക് ലാസ്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേബിൾ കാറിൻ്റെ അങ്ങോട്ട് ചെന്നപ്പോൾ നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഈ കേബിൾ കാറിൽ ഐ തിങ്ക് മാക്സിമം 10 ആൾക്കാർക്ക് കയറാൻ പറ്റും. ഡ്രസ് ഉണ്ടായിരുന്നു കേട്ടോ, ഓരോ കാർസ് ഇങ്ങനെ പോകുന്ന കാണാനായിട്ട്. ഒരു സെറ്റ് പോകുമ്പോൾ അടുത്ത സെറ്റ് വരും. പക്ഷെ അത്ര ടഫ് ഒന്നും ആയിരുന്നില്ല ഉള്ളിൽ കയറാനായിട്ട്. അങ്ങനെ നമ്മുടെ കേബിൾ കാർ എത്തി. നമ്മുടെ ടീംസ് എല്ലാം ഉള്ളിൽ കയറി. ഒരു ഏകദേശം 5 minutes എടുക്കും നമ്മുടെ ജഡായി പാറേൻ്റെ ടോപ്പിൽ എത്താനായിട്ട്. എൻ്റെ മോനെ പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഹൈറ്റ് ഇങ്ങനെ കൂടുന്നോറും ചുറ്റുമുള്ള വ്യൂ ഭയങ്കര രസമുണ്ടായിരുന്നു. നമുക്ക് ഹെലിപ്പാഡൊക്കെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ ഇവിടുത്തെ. ഞാൻ ആകെ ഒരു പ്രശ്നം വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നല്ല കാറ്റ് വരുമ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുലുങ്ങും. അപ്പോൾ ഒരു ചെറിയ പേടിയാവും. പക്ഷേ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ജഡായിപ്പാറ എന്തായാലും വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കേബിൾ കാർ റൈഡ് മസ്റ്റാണ്. നമ്മൾ ഏകദേശം ടോപ്പിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജഡായുൻ്റെ സ്റ്റാച്ചു നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇങ്ങനെ ഫൈനലി നമ്മൾ ജഡായുൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഏകദേശം 200 feet ലോങ് ആണ് ഈ ഒരു ശില്പം നമുക്ക് അവിടെ കാണാനായിട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വെച്ചിട്ടാണ് രാമൻ ജഡായുവിനെ അനുഗ്രഹിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ചുറ്റുമുള്ള വ്യൂ ഭയങ്കര ഭംഗിയായിരുന്നു. നല്ല കാറ്റുണ്ടായി. ഇവിടെ ഈവനിങ് വരുമ്പോഴാണെന്ന് തോന്നുന്നു കുറേയും കൂടി രസം. നമ്മൾ നല്ല നട്ടുച്ച ടൈം ആയ കാരണം ഒത്തിരി നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കരിഞ്ഞു പോകും. അങ്ങനെ നമ്മൾ ഫുൾ ചുറ്റിക്കറങ്ങി കണ്ടു. അവിടെ വെച്ചിട്ട് ഒരു ചെറിയ ടെമ്പിൾ പോലെയുണ്ട്. അതിൽ നമുക്ക് രാമൻ്റെ ഒരു വിഗ്രഹം കാണാൻ പറ്റും. അതുപോലെ രാമൻ്റെ കാൽപാദം പതിഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയയും നമുക്ക് കാണുമായിരുന്നു. എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അവിടെയൊക്കെ ഫുള്ള് കറങ്ങി കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് കേബിൾ കാറിൽ കയറി നമ്മൾ താഴെ എത്തി. നമുക്ക് കുറേ നേരം കൂടി സ്പെൻഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ തീരെ സമയമില്ല. വേഗം കാർ ഓടിച്ച് എത്തുകയും വേണം. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ കോട്ടയത്ത് ഒന്ന് സ്റ്റോപ്പ് ആക്കിട്ടോ. കോട്ടയത്ത് കോട്ടയം ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഒരു കഫേ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. നമ്മൾ അത്യാവശ്യം നല്ല റിവ്യൂസ് ഒക്കെ കണ്ടിട്ടായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. കിഴിപ്പൊറോട്ട പറഞ്ഞു. അതേപോലെ റിവ്യൂസിലൊക്കെ കണ്ട നമ്മൾ മെയിൻ ഫുഡ് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു. പക്ഷെ ഒന്നും നമ്മൾ വിചാരിച്ച അത്ര ടേസ്റ്റ് ഉണ്ടായില്ല. ഫുഡും കഴിച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി ഇനി ബാക്ക് ടു കോഴിക്കോട്. അങ്ങനെ നമ്മുടെ 6 day ലോങ് റൈഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം.